വണ്ടി ഇവിടെ ഉണ്ട്. പെയിൻറ്റ് വയറിങ്ങിന് കൊടുത്ത്. അപ്പം വണ്ടി ഇന്നലെ നിന്ന് വൈകിട്ടേ കിട്ടാമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ വയ്യ. അപ്പം പൊല്യൂഷൻ പേപ്പർ ഞാൻ പൊല്യൂഷൻ എടുത്ത്, പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഡോക്യുമെൻ്റായിട്ടാണ് എനിക്ക് അയച്ചത്. ഫോൺ പോയതുകൊണ്ട് എല്ലാം പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി പുള്ളിയെ വിളിച്ചു പോകട്ടെ. വേറൊരു പുള്ളിയാണ് എനിക്ക് എടുത്തു തന്നത്. അപ്പം റീടെസ്റ്റിന് വണ്ടി നാളെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വേറെ ഇട്ടുകൊണ്ട് ഞാൻ നാളെ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അത് നടക്കൂല. അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച ചെയ്യാനുള്ള. അപ്പോൾ റീടെസ്റ്റ് ബുധനാഴ്ച. സൂപ്പറല്ലോ. ഈ ക്യാമറയും ഹെൽമെറ്റും ക്യാമറയ്ക്ക് വെച്ചുകൊണ്ട് പരിപാടിയാണ്. അതിന് ബുധനാഴ്ച ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. പൈസ അങ്ങനെ വണ്ടി തിരിച്ച് കിട്ടി. അപ്പം വയറിങ് കിട്ടിയ എല്ലാം കൂടെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേപ്പർ ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ സൈഡിൽ കൊടുത്തേക്കാം. നല്ല റേറ്റായി. 900 രൂപ അടുപ്പിച്ചൊക്കെ ആയിട്ടുണ്ട്. വണ്ടി അങ്ങനെ പണിത് കിട്ടി. അപ്പം ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ടാക്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ടാക്സ് ഇപ്പം 1200 ടാക്സ് ചെയ്തായിരുന്നു. ഇനി എൻ്റെ ഡേറ്റ് കഴിഞ്ഞ് എൻ്റെ എല്ലാം കൂടെ വരുമ്പോൾ 5000 അടുപ്പിച്ച് വരുന്നുണ്ട്. 5000 അടുപ്പിച്ച് വരുന്നുണ്ട് ഇത്. 5000 അടുപ്പിച്ച് വരുന്നുണ്ട് സാധനം. ടാക്സ് എല്ലാം ഉൾപ്പെടാം. ടാക്സ് ഇല്ല, പെൻഡിങ് എല്ലാം വരുന്നുണ്ട് 5000 പറഞ്ഞിട്ട്. അപ്പം അതിന് പോയി അടച്ചിട്ട് നാളെ അടച്ചിട്ട് മറ്റന്നാ ടെസ്റ്റ് എടുക്കാമല്ലോ. അവരുടെ മറ്റന്നേ കിട്ടുമെന്ന് പറയും. ഓക്കെ, രാത്രിയായി. അതിൻ്റെ 8 രാത്രിയായി. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. അപ്പം ഇനി ടെസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കാം. പൈസ അങ്ങനെ ബാക്കത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി, ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് കാണിച്ചത്. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇത് എൻ്റെ അകത്തുകൂടെ സ്ക്രൂ ചെയ്താണ് വെച്ചേക്കണത്. പഴയ നമ്പർ പ്ലേറ്റ് ഇളക്കാതെ സ്ക്രൂ ചെയ്ത്. ഈ പഴയ നമ്പർ പ്ലേറ്റ് എനിക്ക് തിരിച്ച് കിട്ടി. ഗൈസ്, അങ്ങനെ വണ്ടിയുടെ ഡേറ്റ് എടുത്തേക്കുന്നു. ഇന്നാണ് പോകേണ്ടത്. അപ്പം അവിടെ വണ്ടി ജസ്റ്റ് ചളിയുണ്ട്, മഴയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് കഴുകി ഓക്കെ ആക്കി. ഇപ്പം ഗ്ലാസ് നല്ല കൊണ്ട് മാറ്റി. നേരത്തെ ഇരുന്ന ഗ്ലാസ് ഇപ്പം ചെറിയ ഗ്ലാസ്സാക്കി. അതിപ്പം ഇത് കിട്ടിയിട്ട് ഇപ്പോൾ ഉടനെ ഞാൻ മാറ്റും. സ്റ്റോക്കാക്കും. പിന്നെ ഫ്രണ്ട് എൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ, എൻ്റെ അകത്ത് ആ സ്റ്റിക്കർ ലൈറ്റ് അത് വിളക്കി കളഞ്ഞു. അത് രാത്രി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇനി അവിടെ മാമത്താണ്. അങ്ങനെ പണി കിട്ടി ഗൈസ്. ചേസ് നമ്പർ കാണാൻ പറ്റൂല. ചെറുതായിട്ട് കാണാൻ പറ്റും. ചെറുതായിട്ട് കാണാൻ പറ്റും. എന്നാൽ അതിനെ ചുരണ്ടി ഇളക്കി. ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞത് ശ്രദ്ധിച്ചത്. ചേസ് നമ്പർ പെയിൻറ്റ് ചെയ്ത് ഫുള്ള് ചെയ്ത് അങ്ങനെ ചേസ് ചെയ്ത് തന്നു. ഇനി നേരെ അവിടെ ചെല്ലട്ടെ. അവിടെ എത്തിക്കുകയായിരുന്നു, അവിടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏജൻ്റ് ഉണ്ട്. ഏജൻ്റ് ഡ്യൂട്ടിയാണ് ചെയ്തത്. പണ്ട് ഞാൻ ഏജൻ്റ് ഡ്യൂട്ടി അല്ലേ, ഒറ്റയ്ക്കാണ് ചെയ്തത്. ഓക്കെ, ഇനി അവിടെ താഴെ കൊണ്ടുവച്ച പണിയാവും. ഇത്രയും പണ്ട് ബൈക്കുകാരന്മാർക്കിൻ്റെ ഇടയ്ക്ക് ആ പണ്ടിനെ അറിയിട്ടുണ്ട്.
ഐസ് അങ്ങനെ സംഭവം കിട്ടി. ആട്ടി ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചായിരുന്നു, വേറൊന്നല്ല. സൈലൻസർ ആരും പെയിൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ്, പറയാതെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടും ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. സംഭവം അങ്ങനെയാണ്, സംഭവം ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ. ആദ്യം പറഞ്ഞ് ഞാൻ ബ്ലാക്ക് അടിക്കാൻ അത് വൃത്തിയിടാമെന്ന് പറഞ്ഞപ്പം കേൾക്കൂല. അപ്പോൾ ബ്ലാക്ക് അടിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞ് ആളുകെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. ഇവരാണ് പറയണത് ബ്ലാക്ക് അല്ലെങ്കിൽ സൈലൻസർ പെയിൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി വണ്ടിയെ സാധാ സ്റ്റോക്കിലോട്ട് അതിൻ്റെ പഴയ എങ്ങനെ ഇരുന്ന അതിലോട്ടാക്കുകയാണ് പറഞ്ഞാൽ. ഹാൻഡിൽ, ഗ്ലാസ്, പിന്നെ വേഗത്തെ ഷോക്ക് അബ്സോർബർ, ഈ മൂന്ന് സാധനം മാത്രം മാറ്റിയാൽ വണ്ടി പെർഫെക്റ്റ് ആവും. ഓക്കെ, നേരെ വർഷോപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ വണ്ടി തിരിച്ച് കിട്ടി. അപ്പം പിറ്റേ ദിവസമാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് വീഡിയോ ഇല്ല, എൻ്റെ ക്യാമറയിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പം ഹാൻഡിലും കാര്യങ്ങളും സെറ്റായി. പിന്നെ ഒരു കീ സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടാകും. ക്യാമറ ചാർജ് കുറവായിരുന്നു. അപ്പം ഇനി ജോലിക്ക് വേണം. ജോലി മുഖ്യമാണ് മുകിലേ. അപ്പം ജോലിയും കഴിഞ്ഞിട്ട് ഇതിനടുത്തുള്ള വീഡിയോസ് ഉണ്ടായിരുന്നതാണ്. ഈ ഫോൺ ഹോൾഡർ വെച്ചിരുന്നത് നമ്മൾ തന്നെ ഒരു ഊട്ടിയിലോട്ട് ട്രിപ്പുണ്ട്. ആ ട്രിപ്പ് ഓൺ ദ വേയിൽ വരുന്നുണ്ട്.